കൊടുങ്ങല്ലൂരിൽ ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന യജ്ഞത്തിൽ സീമ ജാഗരൺ മഞ്ചിന്റെ അഖില ഭാരതീയ രക്ഷാധികാരി എ ഗോപാലകൃഷ്ണൻ സേവാ സന്ദേശം നൽകുകയാണ്. അതിന്റെ തത്സമയത്തിലേക്ക് രവീന്ദ്രൻ അവർ ഇവിടെ അനുഗ്രഹ ഭാഷണം നടത്തിയ മാതാജി ദേവി സംഗമേശ്വരാനന്ദ സരസ്വതി, ആമുഖ ഭാഷണം നടത്തിയ മേജർ ജനറൽ പി വിവേകാനന്ദൻ അവർ, ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീ കെ പി അജയൻ, ക്ഷേത്രത്തിന് ഉപദേശ സമിതി കെ കെ ഭരതൻ അവർ, ഈ ക്ഷേത്രത്തിലെ അനുഷ്ഠാനപരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ആരാധ്യരായ ബ്രഹ്മശ്രീ സത്യധർമ്മമടികൾ, ബ്രഹ്മശ്രീ ത്രിവിക്രമടികൾ, ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഉന്നത ശിഷ്ടനായി പ്രവർത്തിക്കുന്ന ശ്രീ കെ എസ് പത്മനാഭൻ അവർ, മറ്റ് സന്നിഹിതരായിട്ടുള്ള ബന്ധുജനങ്ങളെ, ഈ സഭയിൽ എത്തിച്ചേർന്നിട്ടുള്ള അമ്മയുടെ കാരുണ്യത്തിന് കാക്ഷിച്ചു നിൽക്കുന്ന സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി പ്രസംഗം അധിക സമയം നീണ്ടു നിൽക്കാതെ അന്നദാന യജ്ഞം ആരംഭിക്കേണ്ടതുകൊണ്ട്, അതുകൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആറാട്ടുപുഴയും മറ്റൊരു പ്രധാന പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടതുകൊണ്ട് ഈ പ്രസംഗത്തിന് വലിയ ദൈർഘ്യം ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യം തീരുമാനിക്കുകയാണ്. എങ്കിലും ഇത്രയും വിപുലമായ ഒരു പരിപാടി നടത്തുന്ന സന്ദർഭത്തിൽ സേവാ സന്ദേശം എന്നൊക്കെ എഴുതി വച്ചിട്ട് അത് ശ്ലോകത്തിൽ കഴിക്കുന്നത് ശരിയല്ല എന്നും എനിക്ക് ബോധ്യമുണ്ട്. ഈ സംരംഭത്തിൽ 19 വർഷങ്ങൾക്ക് മുൻപേ ആദ്യമായി കൊടുങ്ങല്ലൂരിലെ അന്നദാന മഹായജ്ഞം ആരംഭിച്ച വർഷം, അന്നദാനം കഴിഞ്ഞ് 10ാമത്തെ ദിവസം അതിൻ്റെ കണക്ക് അംഗീകരിച്ച് പാസ്സാക്കുന്ന ഒരു സഭയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് വന്ന ഈ കൊടുങ്ങല്ലൂരിലെ ഹിന്ദു സമാജത്തിലെ വിവിധ സംഘടനാ പ്രതിനിധികളെ അതിൽ പ്രശംസിച്ചു. കാരണം പലപ്പോഴും നമ്മളെ സമൂഹത്തിൽ ക്ഷേത്ര കമ്മിറ്റികളും സാംസ്കാരിക സംഘടനകളുമൊക്കെ തന്നെ, സാമുദായിക പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു വൈകല്യം നമ്മളുടെ ഇടയിൽ നിലനിൽക്കാറുണ്ട്. ഏതായാലും ഈ അന്നദാന സമിതി അതിൻ്റെ ആരംഭ വർഷത്തിൽ തന്നെ ആ ഒരു പ്രവൃത്തി ഭംഗിയായി ചെയ്തു. ഇന്ന് ശ്രീ നാരായണൻകുട്ടി മേനോൻ ചേട്ടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അവിടുന്നെയും പുരോഗമിച്ചു. അമ്മയുടെ നടയടച്ച് തുറക്കുമ്പോൾ തന്നെ 8ാമത്തെ ദിവസം ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കും എന്ന്. സത്യത്തിൽ ഇത്രയും കൂട്ടായ്മയോടുകൂടിയും ഏകമനസ്സോടുകൂടിയും ഈ സംരംഭത്തെ ഗൗരവബുദ്ധിയോടുകൂടി ഏറ്റെടുത്ത് നടത്തുന്ന യജ്ഞസമിതിയെ ഞാൻ ആ പ്രവർത്തനത്തിന് ആദ്യം തന്നെ അവരുടെ പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. ഹിന്ദുധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ചൈതന്യ വർധനവിന് നിശ്ചയിച്ചിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ: ആചാര്യ തപസ, ആമ്നായ ജവേന, ഉത്സവേന, നിയമേന, അന്നദാനേന ച. ഈ 5 കാര്യങ്ങളിൽ ഒന്ന് തന്ത്രിയുടെ തപസ്സാണ്, മറ്റൊന്ന് വേദങ്ങളുടെയൊക്കെ ജപമാണ്, ആമ്നായ ജപേന, മറ്റൊന്ന് ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അതുപോലെ നിയമങ്ങൾ, അവിടെ നിശ്ചയിച്ചിട്ടുള്ള പടിത്തരങ്ങൾ, സ്ത്രീകളെ കയറ്റാൻ പാടില്ല യുവതികളെ എന്നാണെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥമാണ്, അത് ആ ക്ഷേത്രത്തിലെ നിയമമാണ്. തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഒരു നിയമമുണ്ട്, അവിടെ ഇന്ന പൂജ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. കൊട്ടിയൂരമ്പലത്തിൽ വൈശാഖോത്സവത്തിനൊരു നിയമമുണ്ട്, ഇന്ന നക്ഷത്രത്തിന് ശേഷമേ സ്ത്രീകൾക്ക് പോകാൻ പാടുള്ളൂ. അതിനെയാണ് നിയമം എന്ന് പറയുന്നത്. അത് പാലിക്കണം. അത് ക്ഷേത്ര ചൈതന്യ വർധനവിന് ആവശ്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നദാനം എന്നുള്ളത്. അന്നദാനം കൊണ്ട് ആ ചൈതന്യമാണ് വർദ്ധിക്കുന്നത്. കേവലം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന ഭൗതികമായ ഒരു കാര്യം മാത്രമല്ല, ഈ അന്നദാനം കൊണ്ടുണ്ടാകുന്ന പുണ്യം ഈ ഏത് സങ്കേതത്തിലാണോ ഈ അന്നദാനം നടക്കുന്നത് ആ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് തന്ത്രസമുച്ചയത്തിൽ ക്ഷേത്ര ചൈതന്യ വർധനവിനുള്ള 5 കാര്യങ്ങളിൽ അന്നദാനം നിശ്ചയിച്ചത്. എന്താണ് അതിന് കാരണം? മനുഷ്യന് നമ്മൾ പുതാനം പാടിയതുപോലെ 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാനിൽ സഹസ്രം മതിയെന്നും മതി 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 എന്ന് തോന്നില്ല. പോരാ 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 എന്നാണ് മനുഷ്യൻ്റെ സ്വഭാവം. പക്ഷെ ഒരു കാര്യം മാത്രം വയറ് നിറഞ്ഞാൽ തൽക്കാലം മതി എന്ന് തോന്നും, അത് ഭക്ഷണമാണ്. വയറ് നിറച്ചും കഴിച്ച് വീണ്ടും പാൽപ്പായസം ഒഴിക്കാൻ പോയാൽ മതി മതി മതി, അല്പം കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിക്കാനാവും. പക്ഷെ ആ സമയത്തുള്ള മതി എന്ന തോന്നൽ ഒരു പുണ്യമാണ്. ആ പുണ്യം ഈ ദേവചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ നിഗമനം.
അതുകൊണ്ട് ഇവിടെ നടത്തുന്ന അന്നദാനം കേവലം വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഭൗതികമായ ഒരു സേവനം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ആധ്യാത്മികമായ ഒരു തപസ്സാണ്. അതുകൊണ്ടാണ് ഇതിന് യജ്ഞം എന്ന് പേരിട്ടിട്ടുള്ളത്. നമ്മുടെ ഹിന്ദു ധർമ്മ വിശ്വാസത്തിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും മനുഷ്യൻ പ്രതിഫലം പ്രതീക്ഷിക്കും. ഒരു പ്രസിദ്ധമായ സംസ്കൃത ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത്, മൂഢനായ വ്യക്തി പോലും, ബുദ്ധിമാന്ദ്യമുള്ള വ്യക്തി പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഒരു കർമ്മവും ചെയ്യില്ല എന്ന്. ന മന്ദോപി പ്രവർത്തതേ പ്രയോജനം അനുദ്ദേശ്യ ന മന്ദോപി പ്രവർത്തതേ. എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടാതെ ഒരു മന്ദൻ, ബുദ്ധിയില്ലാത്തവൻ പോലും ഒന്നും പ്രവർത്തിക്കില്ല എന്നൊരു വാക്കുണ്ട്. പക്ഷേ യജ്ഞം എന്ന് പറഞ്ഞാൽ തനിക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ ഇദം ന മമ എന്ന് പറഞ്ഞ് ഹോമിക്കുന്നത് യജ്ഞമാണ്. ഇതെൻ്റെതല്ല, ഇതെനിക്കല്ല. അപ്പൊ ഇന്ദ്രാണെങ്കിൽ ഇന്ദ്രായ സ്വാഹ ഇദം ന മമ, ഗണപതിക്കാണെങ്കിൽ ഗണപതയെ സ്വാഹ ഇദം ന മമ. നാം ഇവിടെ ഈ സമാജത്തിന് വേണ്ടി, ഈ കുറുമ്പ ഭഗവതിക്ക് വേണ്ടി ഇദം ന മമ എന്ന് പറഞ്ഞ് ഇവിടെ സമർപ്പിക്കുകയാണ്. നമ്മൾ കണ്ടു കോൾമയിൽ കൊള്ളുന്ന കാഴ്ചകൾ. ഒരു കോമരത്തിൻ്റെ നേതൃത്വത്തിൽ, ദേവീഭക്തൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്നവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ വെക്കുമ്പോൾ ഇദം ന മമ, എനിക്കിതുകൊണ്ട് പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം, സ്ഥാനം കിട്ടണം, ഒന്നുമില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്യസംഭവ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൻ്റെ അവസാനം സർവേ യജ്ഞപ്രതിഷ്ഠിതാഹ. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് യജ്ഞത്തിലാണ്. ഇവിടെ ഈ പരിപാടി കമ്പയർ ചെയ്യുന്ന സഹോദരി വേദത്തിലെ ഒരു മന്ത്രം പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന യജ്ഞത്തിൽ സീമാ ജാഗരൺ മഞ്ചിന്റെ അഖില ഭാരതീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ സേവാ സന്ദേശം നൽകുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.